ചാലൻമൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ല ചാറോട് കൂടിയിട്ട് ഉള്ള കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചോറിന്റെ കൂടെയും വളരെ ടേസ്റ്റിയാണ്. ഈസി ടേസ്റ്റി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് തീ ശകലം കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുക. എരിവ് കുറയ്ക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കുറയ്ക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ബാക്കി പൊടികൾ ചേർക്കാം. കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് എല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വഴറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നമ്മൾ എപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത് തന്നെ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കോൺസെൻട്രേഷൻ മാറിപ്പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത് തന്നെ നിന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പം ഞാനിത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചിക്കന് വേവുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ഒരു പ്രാവശ്യം മൂടി ഒന്ന് തുറന്നു നോക്കാം. പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈക്കണക്കിലാണ് ഞാൻ ചേർക്കാറുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇതിനകത്തേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷനിലാണ്. താല്പര്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ചേർക്കുക. തികച്ചും ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ചാറൊക്കെ നമുക്ക് നല്ല കുറുകിയ ചാറാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിന്റെ കൂടെ ആണെങ്കിലും അപ്പത്തിന്റെ കൂടെ ഒക്കെ പറ്റിയൊരു കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം.